ഹായ് ഫ്രണ്ട്സ്, ഇത് അർജുനാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു CMF നത്തിങ് ബഡ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബഡ്സിൻ്റെ പഴയ ജനറേഷൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ആദ്യം കുറേ സൈലൻ്റായിട്ട് മിണ്ടാതെ ഇരുന്നായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയായിരിക്കും, വീഡിയോയിൽ വേറെ സൗണ്ടൊന്നും ഇല്ലായിരുന്നു. ഇതാണ് ഒറിജിനൽ പ്രോഡക്റ്റ്, CMF നത്തിങ്ങിൻ്റെ ഒറിജിനൽ ഇയർബഡ്സ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തൊട്ട് ബാക്കിയുള്ള എല്ലാത്തിലും ഇതിൻ്റെ ഫേക്ക് പ്രോഡക്റ്റ് ഒരുപാട് ആളുകൾ ഇടുന്നുണ്ട്. ഇത് നിങ്ങൾ മേടിച്ചോ, 499 രൂപ 599 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടുമെന്ന് തന്നെ പറഞ്ഞാണ് ഇവരിത് സെല്ല് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഫേക്ക് പ്രോഡക്റ്റാണ്, 100% ഫേക്ക് പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യണ പ്രോഡക്റ്റാണ് ഒറിജിനൽ CMFൻ്റെ ബഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൈലൻ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി കാണിച്ചിരുന്നത്. അൺബോക്സിങ് തന്നെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. അതാണ് ഒറിജിനൽ പ്രോഡക്റ്റിന് വ്യത്യാസം. അതുപോലെ ഒറിജിനൽ പ്രോഡക്റ്റിന് ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് യൂസിൽ ഏകദേശം ഒരു 6 hours 7 hours അടുത്ത് ബാറ്ററി ബാക്കപ്പ് കിട്ടും. കാരണം എൻ്റെ ലൈവ് ഗെയിമിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 6 hours അടുത്ത് ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ഒരു 90% ഓഡിയത്തിൽ തന്നെ നമുക്ക് ബാക്കപ്പ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി, ഈ ടച്ച് ബട്ടൺ തൊട്ട് എല്ലാം നല്ല റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ബട്ടൺസാണ്. അതുപോലെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. ഇതിപ്പോൾ ഒരുപാട് വശമൊക്കെ താഴെ ചാടിയിട്ടുണ്ട്. അതുപോലെ ഈ ബോട്ട്സിൽ വെച്ച് എത്ര വശം യൂസ് ചെയ്യാമെന്നുണ്ട്. കമ്പനി പറയുന്നത് 36 hours സംതിങ് ബാക്കപ്പ് ടൈം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയണത്. യഥാർത്ഥത്തിൽ ഇത് പല ലോ ഓഡിയത്തിൽ വെച്ചും മീഡിയം ഓഡിയത്തിൽ വെച്ചിട്ടൊക്കെയാണ് ഇവർ പറയുന്ന ബാക്കപ്പ് ടൈം നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ കിട്ടുന്നത് ഒരു 3 മാസമൊക്കെ നമുക്കിതിന് ഈ ബോട്ട്സിൽ ഉപയോഗിച്ച് ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. യഥാർത്ഥത്തിൽ അത്രമാത്രം ബാറ്ററി ബാക്കപ്പാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്യാവശ്യം ഒരു 24 സംതിങ് അവേഴ്സ് നിങ്ങൾക്ക് ടോട്ടൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇത് ബോക്സിൽ വെച്ച് ചാർജ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്താൽ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ബഡ്സ് തൊട്ട് എല്ലാത്തിനും വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയാണ് ഉള്ളത്. അതുപോലെ ചാർജിംഗ് പോർട്ട് ടൈപ്പ് C ആണ് വരുന്നത്. വളരെ സ്പീഡ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ക്വിക്ക് ചാർജ് പോലത്തെ ടെക്നോളജി ഒന്നും ഇതിലില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം നല്ല ചാർജ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ചാർജർ വേണമെങ്കിലും കുത്തി ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാം. ഫാസ്റ്റ് ചാർജർ കുത്തിയെന്നൊന്നും കംപ്ലൈൻറ്റ് ആവില്ല. കാരണം ഞാൻ ഇത്ര വർഷമായിട്ട് ഫാസ്റ്റ് ചാർജ് കുത്തിയാണ് ഇത് ചാർജ് ചെയ്യണത്. ഇതുവരെ ഇതിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തൊരു കുഞ്ഞൊരു LED ഉണ്ട്. നമുക്ക് ചാർജ് കയറുമ്പോഴും അത് ലൈറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒറിജിനൽ ബഡ്സിന് മാത്രമാണ് ഈ ഒരു ബിൽഡ് ക്വാളിറ്റി വരുന്നുള്ളൂ. ബാക്കി ഫേക്കിലൊന്നും ഈ ഒരു ബിൽഡ് ക്വാളിറ്റി വരുന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പിടിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഒറിജിനൽ യൂസ് ചെയ്യായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഒട്ടും തന്നെ അറിയത്തില്ല. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ടെസ്റ്റ് ചെയ്ത് കാണിക്കേണ്ട, അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാവും. ഇത് ഭയങ്കര നമുക്ക് ഇയറിൽ വെക്കുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഒട്ടും തന്നെ ഇല്ല. പിന്നെ നമ്മൾ പതുക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ചിലപ്പോൾ ചടിപ്പോറൊക്കെ ഉണ്ട്. അത്രമാത്രം ടൈറ്റായിട്ട് ഒരിക്കലും നമ്മൾ ചെവിയിൽ ഹോൾഡ് ചെയ്യുന്നില്ല, ഇയർ ഹോൾഡ് ചെയ്യുന്നില്ല. അങ്ങനൊരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ചത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കി അറിയാം. ഞാൻ ഫ്ലവറിൻ്റെ മെഡിക്കേറ്റാണ് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇത് ഒറിജിനൽ ഫ്ലവറാണ്, പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഹോൾഡ് ചെയ്യാവുന്ന മാത്രം ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാധനം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ചെറിയൊരു ചാർജിങ് ഇൻഡിക്കേറ്റർ. ഇതിൻ്റെ ഫേക്കിൽ നല്ല വെട്ടമുള്ള LED ആണ് വരുന്നത്. ഒറിജിനൽ മാത്രമാണ് കുഞ്ഞൊരു LED മാത്രമാണ് ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഈ ഒറിജിനലിൽ വരുന്നത് നത്തിങ് എക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അത് വളരെ മികച്ച ഒരു ആപ്ലിക്കേഷനാണ്, ഒരു രക്ഷയില്ല. പറയാനില്ല. മിക്കപ്പോഴും അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഈ നത്തിങ്ങിൻ്റെ CMF ഇയർബഡ്സ് മേടിച്ചപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഓപ്പണിങ്ങിൽ തന്നെ എനിക്കൊരു ഫ്രെയിംവെയർ അപ്ഡേറ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഞാൻ ഫ്രെയിംവെയർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്തൊരു OTA അപ്ഡേറ്റ് വരാൻ പറ്റുന്നൊരു ഡിവൈസാണിത്. ഫ്യൂച്ചറിൽ പോലും നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ഇതിന് ബഗ്ഗോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബഡ്സ് കാണാതെ പോയി കണ്ടുപിടിക്കാനുള്ള ഒരു ഫൈൻഡിങ് ഇയർബഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ലോ ലേറ്റൻസി, അത്യാവശ്യം നത്തിങ് ഫോണിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. മറ്റുള്ള മൊബൈലുകളിൽ കിട്ടാൻ വളരെ കുറവാണ്. അത് PC-യിലും അതിന് മാത്രമൊന്നും കിട്ടുന്നില്ല. അതുപോലെ PUBG, ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ലോ ലേറ്റൻസി കളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഡുവൽ പെയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് 2 ഡിവൈസ് ഉണ്ടെന്നിരിക്കട്ടെ, മൊബൈൽ ഫോണും ലാപ്ടോപ്പും അറ്റ് എ ടൈം രണ്ടിലും പെയർ ചെയ്തിട്ട് ഒരേപോലെ യൂസ് ചെയ്യാം. നമ്മുടെ OnePlus-ലൊക്കെ ഉള്ള പോലെ സ്വിച്ച് ചെയ്യാൻ ബട്ടൺ ഉപയോഗിക്കേണ്ട. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്വിച്ച് ആവും. അപ്പോൾ ഫോണിൽ കോൾ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആയിട്ട് ഫോൺ കോൾ കണക്ട് ചെയ്യും. അതുപോലെ PC-യിൽ യൂട്യൂബ് കാണുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ സ്വിച്ച് ആവും, PC-യിലിട്ട് കണക്റ്റ് ആവും. അങ്ങനെ ഉള്ളൊരു നല്ലൊരു ഫീച്ചർ തന്നെയുണ്ട്. അത് ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ മിക്ക ഇയർഫോണിലും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഒരു
ഇയർബഡ്സ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കേണ്ട ഒരു ബ്രാൻഡാണ്, നോക്കേണ്ട ഒരു ബ്രാൻഡാണ് CMFൻ്റെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ബ്രാൻഡുകളും ചെക്ക് ചെയ്യാവുന്നതാണ്. OnePlus, Realme, ഇങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണ് കാണിക്കാറ്. CMF ഇതൊരു 1.5 വർഷം അടുത്ത് യൂസ് ചെയ്തിട്ട് പോലും ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. ബാറ്ററി ബാക്കപ്പിന് പോലും ഇതുവരെ ഒരു കുറവുമില്ല. അപ്പോൾ ഇത് വളരെ മികച്ചൊരു പ്രോഡക്റ്റാണ് ഞാൻ പറയുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഇതിൻ്റെ പുതിയ എഡിഷൻ വാങ്ങാൻ നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉടനെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.